നമുക്ക് ഈ ഒരു ചോദ്യം നോക്കാം. 5 കൊണ്ട് ഒരു സംഖ്യയെ എങ്ങനെ എളുപ്പത്തിൽ ഗുണിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുക, 30 × 5 അല്ലേ. ഇതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ 30ൻ്റെ പകുതി എടുക്കുക. 30ൻ്റെ പകുതി എന്ന് പറയുന്നത് എത്രയാണ്? 15 അല്ലേ. 30ൻ്റെ പകുതി എടുത്തിട്ട് ഒരു 0 ഇടുക. നമ്മുടെ ആൻസറായി. 70നെ 5 കൊണ്ട് ഗുണിക്കുവാനായിട്ട് 70ൻ്റെ പകുതി എടുക്കുക. 70ൻ്റെ പകുതി എടുക്കുക, 0 ഇടുക. 46നെ 5 കൊണ്ട് ഗുണിക്കാനായിട്ട് 46ൻ്റെ പകുതി എടുക്കുക, 23, 0 ഇടുക. 27നെ 5 കൊണ്ട് ഗുണിക്കുവാനായിട്ട് 27ൻ്റെ പകുതി എടുക്കുക. എത്രയാണ്? 27ൻ്റെ പകുതി എന്ന് പറയുന്നത് 13.5 അല്ലേ. ഇതിൽ നിന്ന് ഈ പോയിൻ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. അതായത് നമ്മുടെ ഉത്തരം 135. നോക്കുക, 83നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? 83ൻ്റെ പകുതി എടുക്കുക. 83ൻ്റെ പകുതി എന്ന് പറയുന്നത് 41.5. ഈ പോയിൻ്റ് മാറ്റുക, അപ്പോൾ നമുക്ക് 415 കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ഇനി 5 കൊണ്ട് ഒരു സംഖ്യ എങ്ങനെ വേഗത്തിൽ നമുക്ക് ഹരിക്കാം, ഡിവൈഡ് ചെയ്യാമെന്ന് നോക്കാം. നോക്കട്ടെ, 30/5. ഇവിടെ ചെയ്യേണ്ടത് ഈ 0 മാറ്റുക, പിന്നെ 3 ഉള്ളൂ. ആ 3ൻ്റെ ഇരട്ടി എടുക്കുക, നമുക്ക് 6 ആൻസറായി. 70നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 0 മാറ്റുക, പിന്നെ 7 ഉള്ളൂ. 7ൻ്റെ ഇരട്ടി എടുക്കുക, എത്രയാണ്? 14, നമ്മുടെ ആൻസറായി. ഈ 46നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 46 ഇവിടെ നമുക്ക് 0 വരാത്തത് കൊണ്ടാണ് പറയുന്നത്. 46ൻ്റെ ഇരട്ടി എടുക്കുക. 46ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 92. ഇവിടെ ഒരു ഡെസിമൽ ഇട്ട് കൊടുക്കുക, നമ്മുടെ ആൻസറായി. 0 വരാത്ത സംഖ്യകൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി 27നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് 27ൻ്റെ ഇരട്ടി എടുക്കുക. 27ൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് 54. ഒരു സംഖ്യയ്ക്ക് മുന്നേ ഡെസിമൽ ഇടുക. ഇനി 83 ഡിവൈഡ് ബൈ 5 83ൻ്റെ ഇരട്ടി എടുക്കുക. 83ൻ്റെ ഇരട്ടി എന്ന് പറയുന്ന എത്രയാണ്? 166. ഒരു സംഖ്യയ്ക്ക് മുന്നേ ഡെസിമൽ ഇടുക, നമ്മുടെ ആൻസറായി. ഓക്കെ. അപ്പോൾ ഈ രീതിയിൽ 5 കൊണ്ട് വളരെ എളുപ്പത്തിൽ ഗുണിക്കുകയും ഹരിക്കുകയും ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കേ.